ലോത്ത്. പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബൈബിളിലെ ഒരു പ്രധാന കഥാപാത്രവും അബ്രഹാമിൻ്റെ സഹോദരപുത്രനുമായ ലോത്തിനെ നമുക്ക് പരിചയപ്പെടാം. ലോത്തിന്റെ പിതാവും അബ്രഹാമിന്റെ സഹോദരനുമായ ഹാരാൻ തന്റെ പിതാവായ തേരഹിന്റെ മരണത്തിനു മുൻപ് തന്നെ മരിച്ചുപോയിരുന്നു. ആ സമയത്താണ് ദൈവം അബ്രഹാമിനെ വിളിച്ച് തന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് താൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാൻ കൽപ്പിച്ചത്. അന്ന് ലോത്തും അബ്രഹാമിനോട് കൂടെ പുറപ്പെട്ടു. അങ്ങനെ അവർ യാത്ര ചെയ്ത് കനാൻ ദേശത്തെത്തി. കാലം മുൻപോട്ട് പോയപ്പോൾ അബ്രഹാമും കൂടെ വന്ന ലോത്തും സമ്പന്നരായി തീർന്നു. അവർ ഒന്നിച്ച് താമസിക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ സമ്പത്ത് വർദ്ധിച്ചിരുന്നു. അതിനു പുറമെ രണ്ടുപേരുടെയും ഇടയന്മാർക്ക് തമ്മിൽ പിണക്കവും ഉണ്ടായി. ഇതറിഞ്ഞ അബ്രഹാം ലോത്തിനോട് തങ്ങൾക്ക് മുമ്പിലുള്ള ദേശത്തിൽ അവന് നല്ലത് എന്ന് തോന്നുന്ന സ്ഥലം തിരഞ്ഞെടുത്ത് മാറി താമസിക്കുവാൻ ആവശ്യപ്പെട്ടു. ലോത്ത് നോക്കിയപ്പോൾ യോർദാനിനരികെയുള്ള പ്രദേശങ്ങൾ നീരോട്ടമുള്ളതെന്നും യഹോവയുടെ തോട്ടം പോലെ മനോഹരമെന്നും കണ്ടു. ആ ദേശം കണ്ടപ്പോൾ ലോത്തിന് ഈജിപ്ത് ദേശം ഓർമ്മ വന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കനാൻ ദേശത്ത് ക്ഷാമം വന്നപ്പോൾ അബ്രഹാമിനോട് കൂടെ പോയി താമസിച്ച സ്ഥലമാണ് ഈജിപ്ത്. നൈൽ നദി ഫലഭൂയിഷ്ടമാക്കുന്ന ഈജിപ്ത് പോലെ സുന്ദരമായിരുന്നു യോർദാന്റെ തീരപ്രദേശങ്ങളും. അങ്ങനെ ലോത്ത് യോർദാനിനരികെയുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുത്ത് കിഴക്കോട്ട് യാത്രയായി. അവൻ ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. സോദോം നിവാസികൾ ദുഷ്ടന്മാരും ദൈവത്തിന്റെ മുമ്പാകെ മഹാപാപികളും ആയിരുന്നു. എന്നിരുന്നാലും ലോത്ത് ആ സ്ഥലത്ത് തന്നെ തുടരുവാൻ ആഗ്രഹിച്ചു. അബ്രഹാം കനാൻ ദേശത്ത് തന്നെ താമസിച്ചു. വർഷങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ആ പ്രദേശത്തിലെ രാജാക്കന്മാർ തമ്മിൽ യുദ്ധമുണ്ടാവുകയും സോദോം ഗോമോറ രാജാക്കന്മാരുടെ സഖ്യത്തിന് തോൽവി സംഭവിക്കുകയും ചെയ്തു. സോദോമിലും ഗോമോറയിലും ഉള്ളതെല്ലാം ശത്രുക്കൾ എടുത്തുകൊണ്ടുപോയി. ആ കൂട്ടത്തിൽ അവർ സോദോമിൽ താമസിച്ചിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും കൊണ്ടുപോയി. ഇതറിഞ്ഞ അബ്രഹാം തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് അവരെ പിന്തുടർന്ന് ചെന്ന് തോൽപ്പിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയ സകല ആളുകളെയും സമ്പത്തിനെയും മടക്കി കൊണ്ടുവരികയും ചെയ്തു. തിരിച്ചു വന്ന ലോത്ത് വീണ്ടും സോദോമിൽ തന്നെ താമസിക്കുവാൻ ആഗ്രഹിച്ചു. അത്രയേറെ ലോത്തിന്റെ കണ്ണുകൾ ഈ ലോകത്തിൽ തനിക്കുള്ള സമ്പത്തിൽ ആശ്രയിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മറുവശത്ത് ദൈവം കനാൻ ദേശം അവകാശമായി നൽകുമെന്ന് വാഗ്ദത്തം നൽകി പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന അബ്രഹാം കനാൻ ദേശത്തെത്തിയെങ്കിലും അബ്രഹാമിന്റെ കണ്ണുകൾ ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു സ്വർഗീയ ഭവനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്രഹാമിന്റെ കണ്ണുകൾ ഈ ലോകത്തിലെ ഒരു നന്മയെന്ന് തോന്നിയതിലും ഉടക്കിയില്ല. അബ്രഹാം സ്വന്തമായി ഒരു വീട് പോലും പണിയാതെ കൂടാരങ്ങളിൽ താമസിക്കുവാൻ താല്പര്യപ്പെട്ടു. എന്നാൽ ലോത്തിന്റെ കാര്യം മറിച്ചായിരുന്നു. അബ്രഹാമിനെ ദൈവം സ്വന്തം നാട്ടിൽ നിന്ന് വിളിച്ചു പുറപ്പെടുവിച്ചപ്പോൾ ആ ദൈവത്തിൽ വിശ്വസിച്ച് അബ്രഹാമിന്റെ കൂടെ പുറപ്പെട്ടു വന്നതാണ് ലോത്ത്. എങ്കിലും ആ ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിന് ലോത്ത് മനസ്സു വെച്ചില്ല. സത്യദൈവം ആരെന്നുള്ള വ്യക്തമായ ധാരണ ലോത്തിനുണ്ടായിരുന്നെങ്കിലും അവൻ ദൈവത്തെക്കാൾ അധികം ഈ ലോകത്തെ സ്നേഹിച്ചു. താൻ ചെന്നു പാർക്കുന്ന സ്ഥലത്തെ ആളുകൾ ദുഷ്ടന്മാരും മഹാപാപികളും എന്നറിഞ്ഞിട്ടും തന്റെ സമ്പത്തുമായി അവർക്കിടയിൽ താമസിക്കുവാൻ അവൻ താല്പര്യപ്പെട്ടു. തന്റെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷിതത്വവും ആ നാട്ടിലില്ലെന്നറിഞ്ഞിട്ടും അവിടം വിട്ട് പോരുന്നതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചതേയില്ല. വർഷങ്ങൾ പലത് കടന്നുപോയി. സോദോം ഗോമോറ നിവാസികളുടെ അതിക്രമം അതിൻ്റെ പാരമ്യതയിൽ എത്തി.
അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടു. സോദോം ഗൊമോറയെയും അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെയും നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. ആ തീരുമാനത്തെ നടപ്പിലാക്കുവാൻ ദൈവം തന്റെ 2 ദൂതന്മാരുമായി ഇറങ്ങി വന്നു. എന്നാൽ അവർ ആദ്യം ചെന്നത് അബ്രഹാമിന്റെ അടുത്തായിരുന്നു. അവരാരെന്നറിയാതെ അബ്രഹാം അവരെ സൽക്കരിച്ചു. വിട്ടുപിരിയാൻ നേരം അവർ ആരെന്നും തങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എന്തെന്നും അവർ അബ്രഹാമിനെ അറിയിച്ചു. തന്റെ സഹോദരനായ ലോത്ത് അവിടെയുള്ളതോർത്ത അബ്രഹാം ദൈവവുമായി സംവദിച്ചു. ദുഷ്ടനോടുകൂടെ നീതിമാനെയും ദൈവം നശിപ്പിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ അബ്രഹാം സോദോം ഗോമോറയിൽ 10 നീതിമാന്മാരെയെങ്കിലും കണ്ടെത്തിയാൽ അവരെ നിമിത്തം ആ ദേശത്തെ നശിപ്പിക്കരുതെന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം അത് സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് ആ പുരുഷന്മാർ സോദോമിലേക്ക് പോയി. അവർ വൈകുന്നേരത്ത് സോദോമിൽ എത്തി. ലോത്ത് ആ സമയം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. തന്റെ വീട്ടിൽ രാത്രി താമസിക്കുവാൻ അവരെ നിർബന്ധിച്ചു. അവർ സമ്മതിച്ചു. അവൻ അവർക്ക് വിരുന്നൊരുക്കി. എന്നാൽ അധികം വൈകും മുമ്പേ സോദോം നിവാസികൾ ആ വീട് വളഞ്ഞു. ലോത്തിന്റെ വീട്ടിൽ വന്ന പുരുഷന്മാരെ ഭോഗിക്കേണ്ടതിന് അവരെ അവർക്ക് വിട്ടുകൊടുക്കുവാൻ അവർ ലോത്തിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ലോത്ത് അതിന് സമ്മതിച്ചില്ല. പുരുഷൻ തൊടാത്ത തന്റെ 2 പെൺമക്കളെ ഈ പുരുഷന്മാർക്ക് പകരമായി നൽകാമെന്ന് ലോത്ത് പറഞ്ഞെങ്കിലും സോദോം നിവാസികൾ അതിന് തയ്യാറായില്ല. അവർ ആ പുരുഷന്മാർക്ക് വേണ്ടി ആ വീടിന്റെ വാതിൽ പൊളിക്കാൻ ശ്രമം തുടങ്ങി. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ലോത്തിനെ വലിച്ച് ഉള്ളിൽ കയറ്റുകയും സോദോം നിവാസികൾക്ക് അന്ധത പിടിപ്പിക്കുകയും ചെയ്തു. അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു. തുടർന്ന് ആ പുരുഷന്മാർ ലോത്തിനോട് ആ നഗരത്തിൽ തനിക്കുള്ളവരെ കൂട്ടി ആ സ്ഥലത്ത് നിന്ന് പുറപ്പെടുവാൻ കൽപ്പിച്ചു. യഹോവ ഈ സ്ഥലം നശിപ്പിക്കുവാനാണ് തങ്ങളെ അയച്ചതെന്ന് അവർ ലോത്തിനെ അറിയിച്ചു. ഉടൻ തന്നെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന മരുമക്കളോട് സംസാരിച്ചു. ലോത്ത് കളി പറയുന്നു എന്ന് കരുതി അവർ അവന്റെ വാക്കുകൾക്ക് വില നൽകിയില്ല. അപ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങിയിരുന്നു. ദൂതന്മാർ ലോത്തിനോട് തന്റെ ഭാര്യയെയും 2 പെൺമക്കളെയും കൂട്ടി വേഗത്തിൽ പട്ടണം വിടുവാൻ കൽപ്പിച്ചു. അവൻ താമസിക്കുന്നത് കണ്ടപ്പോൾ യഹോവ അവനോട് കരുണ കാണിക്കുകയാൽ അവർ തന്നെ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി. ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകാനും പിറകോട്ട് നോക്കരുതെന്നും ആ പ്രദേശത്തൊന്നും നിൽക്കരുതെന്നും അവന് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോവാനും അവർ കൽപ്പിച്ചു. എന്നാൽ പർവ്വതത്തിലേക്ക് പോകുന്നതിന് പകരം തൊട്ടടുത്തുള്ള പട്ടണമായ സോവാറിലേക്ക് പോകുവാൻ ലോത്ത് അനുവാദം ചോദിച്ചു. അതവർ അനുവദിച്ചു. അങ്ങനെ ദൈവം സോദോം ഗൊമോറയെയും ചുറ്റുമുള്ള പ്രദേശങ്ങളെയും നശിപ്പിച്ചപ്പോൾ ലോത്ത് മുഖാന്തരം സോവാർ രക്ഷപ്പെട്ടു. ലോത്തിനെ പോലെ തന്നെയോ ഒരുപക്ഷെ അതിലധികമായോ ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിച്ചയാളായിരുന്നു ലോത്തിന്റെ ഭാര്യയും. ഈ ലോകത്തോടുള്ള അവരുടെ സ്നേഹം സോവാറിലേക്കുള്ള ഓട്ടത്തിനിടയ്ക്ക് ലോത്തിന്റെ ഭാര്യയെ പുറകോട്ട് തിരിഞ്ഞു നോക്കുവാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ ദൈവകൽപ്പനയെ ധിക്കരിച്ച അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി തീർന്നു. ലോത്ത് സോവാറിലെത്തിയപ്പോഴേക്കും സൂര്യൻ ഉദിച്ചിരുന്നു. അവൻ സോവാറിലെത്തിയതും യഹോവ ആകാശത്ത് നിന്ന് സോദോം ഗോമോറ പട്ടണങ്ങൾക്കും ആ പ്രദേശങ്ങൾക്കും മേൽ തീയും ഗന്ധകവും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. പ്രാണരക്ഷയ്ക്ക് സോവാറിലേക്ക് ഓടിച്ചെന്നെങ്കിലും അവൻ അവിടെ താമസിക്കുവാൻ ഭയപ്പെട്ടു. അനന്തരം ലോത്ത് സോവാർ വിടുവാൻ തീരുമാനിച്ചു. അവൻ തന്റെ പുത്രിമാരെ കൂട്ടി പർവ്വതത്തിലേക്ക് യാത്ര പുറപ്പെട്ടു.
ഇത്രയും പ്രശ്നങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ വന്നിട്ടും ലോത്ത് ഒരിക്കലും തൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തുള്ള അബ്രഹാമിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചതുമില്ല, പോയതുമില്ല. താൻ ജീവിച്ച പട്ടണങ്ങളിലെ മനുഷ്യരുടെ ദുഷ്പ്രവൃത്തികളിൽ മനം നൊന്ത് വലഞ്ഞു പോയിട്ടും അതിൽ നിന്ന് പുറത്തു കടക്കാൻ ലോത്ത് ശ്രമിച്ചില്ല. മാനസാന്തരപ്പെട്ട് മടങ്ങി വരാനുള്ള അവസരങ്ങൾ അനവധി ഉണ്ടായിട്ടും അതൊന്നും അവൻ ഉപയോഗിച്ചില്ല. ഈ ലോകത്തോടുള്ള അവൻ്റെ സ്നേഹവും താൻ തിരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നു എന്ന് സമ്മതിക്കാനുമുള്ള മടിയായിരിക്കാം ഒരുപക്ഷെ അവനെ അബ്രഹാമിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിൽ നിന്നും അകറ്റി നിർത്തിയത്. എന്തായിരുന്നാലും ലോത്ത് താൻ തീരുമാനിച്ചതുപോലെ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവിടെ ഒരു ഗുഹയിൽ താമസവും ആരംഭിച്ചു. അങ്ങനെയിരിക്കുമ്പോൾ ലോത്തിന്റെ 2 പെൺമക്കൾക്കും തങ്ങൾ ഈ ഗുഹയിൽ താമസിക്കുന്നിടത്തോളം തങ്ങളുടെ അടുത്ത് വരുവാൻ ഒരു പുരുഷനെയും ലഭിക്കുകയില്ല എന്ന ഒരു തോന്നലുണ്ടായി. അവർ തന്നെ അതിന് ഒരു പദ്ധതി തയ്യാറാക്കി. അവർ സ്വന്തം അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് അവനോട് കൂടെ ശയിച്ചു. അവർ 2 പേരും അപ്പനാൽ ഗർഭം ധരിച്ചു. മൂത്തവൾ പ്രസവിച്ച കുഞ്ഞിന് മോവാബ് എന്ന് പേരിട്ടു. അവൻ മോവാബ്യർക്ക് പിതാവായി തീർന്നു. ഇളയവൾ പ്രസവിച്ച കുഞ്ഞിന് ബെൻ അമ്മി എന്ന് പേരിട്ടു. അവൻ അമോന്യർക്ക് പിതാവായി തീർന്നു. ഈ 2 ജാതികളും അബ്രഹാമിൽ നിന്ന് ഉത്ഭവിച്ച ഇസ്രായേൽ മക്കൾക്ക് എന്നും ശത്രുക്കളായിരുന്നു. ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാനുള്ള അവകാശം ദൈവവും അവർക്ക് നിഷേധിച്ചിരുന്നു. മോവാബിന്റെയും അമോന്യരുടെയും അതിക്രമങ്ങൾ ദൈവത്തിന് സഹിക്കാവുന്നതിലും അധികമായി തീർന്നതിനാൽ ആ ജാതികളെ സോദോമിനെ പോലെയും ഗോമോറയെ പോലെയും ആക്കി തീർക്കും എന്ന് ദൈവം പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്യുകയും ചെയ്തു. ലോത്ത് തൻ്റെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ ആ ഗുഹയിൽ തന്നെ ആയിരുന്നോ എന്നും എങ്ങനെയായിരുന്നു ലോത്തിന്റെ അവസാനം എന്നോ ബൈബിൾ വ്യക്തമാക്കുന്നില്ല. എന്നാൽ പുതിയ നിയമ പുസ്തകം ലോത്തിനെ വലഞ്ഞുപോയ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ബഹുജാതികൾക്ക് പിതാവായി ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാമിന്റെ മക്കളായി തീർന്ന നമ്മളിൽ ഈ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു ലോത്ത് ജീവിച്ചിരിക്കുന്നുണ്ടോ? അതോ നമ്മുടെ കണ്ണുകൾ ക്രിസ്തുയേശുവെങ്കിൽ സ്ഥിരമായിരിക്കുന്നുവോ? ചിന്തിച്ചു നോക്കൂ. കാഹളം ധ്വനിക്കാൻ സമയമായി. ദൈവം അനുഗ്രഹിക്കട്ടെ.